നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കൊടിയേറ്റി. മാർച്ച് 31-നാണ് ചരിത്രപ്രസിദ്ധമായ അശ്വതിക്കാവ് തീണ്ടൽ. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നെല്ലായി പന്തല്ലൂർ സ്വദേശി പാണപ്പറമ്പിൽ സലീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കൊടിയേറ്റി. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴി ഒഴിഞ്ഞ് കാത്തുനിന്നു. ആനന്ദനും അനന്തരാവകാശിയും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. അതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, ട്രഷറർ KV മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 31-നാണ് ചരിത്രപ്രസിദ്ധമായ അശ്വതിക്കാവ് നീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടിനാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നെല്ലായി പന്തല്ലൂർ സ്വദേശി പാണപ്പറമ്പിൽ സലീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാടുകുറ്റി സ്വദേശിയായ യുവതിയെ സംശയം മൂലം കഴിഞ്ഞ ദിവസം രാവിലെ യുവതി ജോലി നോക്കുന്ന ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ജോഫി ജോസ്, ഷാജഹാൻ, കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവരും ചേർന്നാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം കാടുകുറ്റി മണ്ഡലത്തിലെ കുലയിടത്തിൽ നടന്നു. കുലയിടം പാറയം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ 12-ാം വാർഡ് പ്രസിഡന്റ് MK ശിവദാസ് പതാക ഉയർത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. 10-ാം വാർഡ് പ്രസിഡന്റ് ബിനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കലും വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച വ്യക്തികളായ മിസ് കേരള പട്ടം നേടിയ ഏഞ്ചൽ, വയനാട് ദുരന്തമുഖത്ത് സേവനം ചെയ്ത ഡെന്നി മഞ്ഞളി, സൈനിക വൃത്തിയിൽ നിന്ന് വിരമിച്ച ജവാൻ അൻവർ പണിക്ക വീട്ടിൽ, കാശ്മീരിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് ധീരവനിത സജിത അൻവർ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, മണ്ഡലം പ്രസിഡന്റ് തോമസ് കണ്ണത്ത്, ഷാഹുൽ പണിക്ക വീട്ടിൽ, TP പോൾ, KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി, DCC സെക്രട്ടറി ജെയിംസ് പോൾ, ശിവദാസ് MK, ജോയ് വളപ്പിൽ എന്നിവർ സംസാരിച്ചു. CPIM പുത്തഞ്ചിറ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം അൻവർ കുരിക്കൽ അനുസ്മരണം നടന്നു. കോവിലകത്ത് കുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം റീന ഓയിൽ പരിസരത്ത് സമാപിച്ചു. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം AB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MM ഷമേജ് അധ്യക്ഷത വഹിച്ചു. മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C ധനുഷ് കുമാർ, MM നൌഷാദ്, VN രാജേഷ്, TK ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, CPIM സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK റാഫി എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR സേതുമാധവൻ റെഡ് മാർക്സ് ക്ലബിലെ ജൂനിയർ ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. കടലിന്റെ നേരെ പോരുകയാണ്. കടൽ നേരെ പോരുന്നാൽ അപ്പുറത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇല്ലേ? തീരം ഒലിച്ചു പോവും, അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തീരത്ത് നിൽക്കുന്നവർക്ക് പേടിയാണ്. അത് LDF ഗവൺമെന്റിന്റെ കുഴപ്പമാണോ? ആണോ? തീരം സൂക്ഷിക്കുകയാണ്. പിണറായി വിജയൻ രാജിവെക്കണം എന്ന് സതീശൻ പറഞ്ഞാൽ ശരിയാവോ? സതീശൻ പറഞ്ഞല്ലോ. മേഘവിസ്ഫോടനം നടന്നപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ രാജിവെക്കണം. രാവിലെ 9 മണിക്ക് നടത്തി പറഞ്ഞു പിണറായി വിജയൻ. ഈ ഭ്രാന്തല്ലേ അവർക്ക്? യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ക്രിമിനൽ
പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ ഷാബിത്തിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടി. കയ്പമംഗലത്ത് ഫെബ്രുവരിയിൽ നടന്ന തൈപ്പൂയത്തോടനുബന്ധിച്ചുള്ള കാവടി ആഘോഷം കഴിഞ്ഞ് പുലർച്ചെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്ന എടത്തിരുത്തി കണ്ണമ്പള്ളിപ്പുറം സ്വദേശിയായ സായുജിനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് ചാമക്കാല സ്വദേശിയായ പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിത്തിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാബിത്തിനെ ബാംഗ്ലൂരിൽ നിന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ സൂരജ്, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, CK ബിജു എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കൊടിയേറ്റി. മാർച്ച് 31-നാണ് ചരിത്രപ്രസിദ്ധമായ അശ്വതിക്കാവ് തീണ്ടൽ. ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നെല്ലായി പന്തല്ലൂർ സ്വദേശി പാണപ്പറമ്പിൽ സലീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.